ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ഹിസ്റ്ററി 5ാമത്തെ ചാപ്റ്റർ ഇന്ത്യയിലെ ജനസംഖ്യാ പ്രവണതകൾ. ആദ്യം തന്നെ കുറച്ച് പത്ര കട്ടിങ്സ് ആണ് കൊടുത്തേക്കുന്നത്. ഹെഡിങ്സ് ആണ്: ഇന്ത്യയിലെ അമിത ജനസംഖ്യ, ജനസംഖ്യയും ഭക്ഷ്യോൽപാദന ശേഷിയും നേർക്കുനേർ. ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യം. ഇന്ത്യ സന്തോഷിക്കുമോ പരിഭ്രമിക്കുമോ? ഇന്ത്യയിലെ കുതിച്ചുയർന്ന ജനസംഖ്യ വർദ്ധിച്ചു വരുന്ന ദാരിദ്ര്യവും പോഷകാഹാരക്കുറവും അഭിമുഖീകരിക്കുന്നു. ഇന്ത്യയിലെ ജനസംഖ്യ തൊഴിൽ പ്രതിസന്ധി ദശലക്ഷക്കണക്കിന് ആളുകളെ വലിയ നഗരത്തിലേക്ക് നയിക്കുന്നു. ജനസംഖ്യാ വർധനവ് ആരോഗ്യ മേഖലയിലും ജീവിത ഗുണനിലവാരത്തിലും ദൂരവ്യാപകമായ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. ഇന്ത്യയിലെ ജനസംഖ്യ കുഴയ്ക്കുന്ന ഒരു പ്രശ്നം. വാർത്താ തലക്കെട്ട് വായിച്ചുവല്ലോ. ഇന്ത്യയുടെ ജനസംഖ്യാ വളർച്ചയെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്തൊക്കെ പ്രശ്നങ്ങളാണ് ജനസംഖ്യ വർദ്ധിക്കുന്നത് കൊണ്ടുണ്ടാകുന്നത്? ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, പട്ടിണി എന്നിവയാണ്. ഒരു പ്രദേശത്ത് നിശ്ചിത കാലയളവിൽ അധിവസിക്കുന്ന ജനങ്ങളുടെ ആകെ എണ്ണമാണ് ആ പ്രദേശത്തെ ജനസംഖ്യ എന്ന് പറയുന്നത്. ജനങ്ങളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ രാജ്യത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക പുരോഗതിയെ എങ്ങനെയാണ് അത് ബാധിക്കുന്നുവെന്ന് നമുക്ക് ആ കട്ടിങ്ങിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. ഇത്തരത്തിലാണ് നമ്മുടെ രാജ്യത്തിന് സുസ്ഥിര വികസനം നേടാൻ ഇത്തരത്തിലായാൽ നമ്മുടെ രാജ്യത്തിന് സുസ്ഥിര വികസനം നേടാൻ കഴിയുമോ? ഭൂമിയിലെ ലഭ്യമായ വിഭവങ്ങൾക്ക് ആനുപാതികമായി ജനങ്ങളെ നിയന്ത്രിക്കേണ്ടതല്ലേ? 2023 യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് UNFPA റിപ്പോർട്ട് പ്രകാരം ലോക ജനസംഖ്യ 804.5 കോടിയും ഇന്ത്യയിലെ ജനസംഖ്യ 142.86 കോടിയുമാണ്. അപ്പോൾ എന്താണ് പറഞ്ഞത്? 2023 യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് UNFPA റിപ്പോർട്ട് പ്രകാരം ലോക ജനസംഖ്യ 804.5 കോടിയും അതിൽ 142.86 കോടി ഇന്ത്യയിലെ ജനസംഖ്യയാണ്. ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ പ്രദേശത്തിൻ്റെ സാമൂഹിക വികസന സൂചിക നിർണ്ണയിക്കുന്നത് അവിടുത്തെ ജനസംഖ്യാ വിവരങ്ങൾ, അതായത് ജനനനിരക്ക്, മരണനിരക്ക്, ശിശുമരണനിരക്ക്, പ്രായഘടന മുതലായവ കണക്കിലെടുത്താണ്. അതിനായി ജനസംഖ്യയുടെ വ്യത്യസ്ത പ്രവണതകളെയും ജനസംഖ്യ ഘടനയെയും കുറിച്ച് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ജനന മരണനിരക്കുകൾ, കുടിയേറ്റം, ജനസാന്ദ്രത തുടങ്ങി ജനസംഖ്യാ ഘടനയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയെ എന്തു വിളിക്കുന്നു? ജനസംഖ്യാശാസ്ത്രം അഥവാ ഡെമോഗ്രഫി എന്ന് വിളിക്കുന്നു. ഡെമോഗ്രഫി എന്താണ്? ജനനമരണ നിരക്കുകൾ, കുടിയേറ്റം, ജനസാന്ദ്രത തുടങ്ങി ജനസംഖ്യാ ഘടനയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഡെമോഗ്രഫി അഥവാ ജനസംഖ്യാശാസ്ത്രം. യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് അതെന്താണ്? ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള ഒരു അന്താരാഷ്ട്ര ഏജൻസിയാണ് യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട്. എല്ലാ വ്യക്തികൾക്കും മികച്ച രീതിയിലുള്ള പ്രത്യുൽപാദന ആരോഗ്യ സംവിധാനങ്ങൾ, സ്വമേധയാലുള്ള കുടുംബാസൂത്രണം, മാതൃ ആരോഗ്യ പരിപാലനം, വയോജന പരിപാലനം, സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസം എന്നിവ ലഭ്യമാക്കുകയും അതുവഴി ജനസംഖ്യയുടെ വികസനം സാധ്യമാക്കുകയും ചെയ്യുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ഉദ്ദേശ്യം. ഇനി ഒരു പ്രദേശത്തിൻ്റെ വൈവിധ്യമാർന്ന മാനുഷിക വിഭവങ്ങളെയും അതിൻ്റെ ഘടനാപരമായ മാറ്റങ്ങളെയും ജനസംഖ്യാശാസ്ത്രം വിശകലനം ചെയ്യുന്നു. എന്തൊക്കെയാണ്? ഒരു പ്രദേശത്തിൻ്റെ വൈവിധ്യമാർന്ന മാനുഷിക വിഭവങ്ങളെയും അതിൻ്റെ ഘടനാപരമായ മാറ്റങ്ങളെയും ജനസംഖ്യാശാസ്ത്രം വിശകലനം ചെയ്യുന്നുണ്ട്. ഈ മാനുഷിക വിഭവങ്ങൾ ഒരു സമൂഹത്തിൻ്റെ വികസനത്തിനായി പ്രയോജനപ്പെടുത്താമെന്നുള്ള വിശദമായ പഠന രീതിയാണ് ജനസംഖ്യാശാസ്ത്രം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ഈ മാനുഷിക വിഭവങ്ങൾ ഒരു സമൂഹത്തിന്റെ വികസനത്തിനായിട്ട് എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന വിശദമായ പഠന രീതിയാണ് ഈ ജനസംഖ്യാശാസ്ത്രം എന്ന് പറയുന്നത്. ചിട്ടയായ ജനസംഖ്യാ പഠനമാണ് ജനസംഖ്യാശാസ്ത്രം. ഈ പദം ഗ്രീക്ക് പദങ്ങളായ ഡെമോസ്, ഗ്രാഫെയിൻ എന്നിവ ചേർന്നുണ്ടായതാണ്. ഇതിനകത്ത് ഡെമോസ് എന്ന് വെച്ചാൽ ജനങ്ങളെന്നും ഗ്രാഫീൻ എന്ന് വെച്ചാൽ വിശദീകരിക്കുക, അതായത് ജനങ്ങളെക്കുറിച്ച് വിശദീകരിക്കുക, ജനങ്ങളെക്കുറിച്ചുള്ള വിവരണത്തെയാണ് സൂചിപ്പിക്കുന്നത് ഈ ഡെമോഗ്രഫി എന്നുള്ള വാക്കുകൊണ്ട്. ജനസംഖ്യയുമായി ബന്ധപ്പെട്ട പ്രവണതകളെയും പ്രക്രിയകളെയും കുറിച്ച് ഇത് പഠിക്കുന്നു. ജനസംഖ്യയുടെ വലിപ്പത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ജനനം, മരണം, കുടിയേറ്റം തുടങ്ങിയവയാണ് ഘടകങ്ങൾ. ഒരു പ്രദേശത്തെ ജനസംഖ്യാ വലിപ്പത്തിന്, അതായത് സൈസ് ഓഫ് പോപ്പുലേഷൻ, മാറ്റമുണ്ടാകുന്നത് ഇവയുടെ അളവിനനുസരിച്ചാണ്. അതായത് ഇവയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ മൂലമാണ്
നമ്മുടെ ജനസംഖ്യാ വലിപ്പത്തിന് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഒരു പ്രദേശത്തെ ജനസംഖ്യയുടെ ഘടനയെയും ക്രമീകരണത്തെയും സ്ട്രക്ചർ ആൻഡ് കോമ്പോസിഷൻ ഓഫ് പോപ്പുലേഷൻ മനസ്സിലാക്കുന്നത് അവിടെയുള്ളവരുടെ പ്രായഘടന, സ്ത്രീ പുരുഷാനുപാതം, ആശ്രിതാനുപാതം തുടങ്ങിയവ കണക്കിലെടുത്തുമാണ്. ഒരു പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ചിട്ടയായ ദത്തശേഖരണത്തിലൂന്നിയുള്ള സർവേ, സെൻസസ് തുടങ്ങിയവ അടിസ്ഥാനമാക്കിയാണ് എല്ലാ ജനസംഖ്യാ പഠനവും നടത്തുന്നത്. ജനസംഖ്യാശാസ്ത്രത്തിന്റെ സങ്കല്പങ്ങൾ മിക്കതും അനുപാതത്തിന്റെയും നിരക്കുകളുടെയും രൂപത്തിലാണ് സൂചിപ്പിക്കുന്നത്. അതായത് ജനസംഖ്യാ പഠനങ്ങൾ മിക്കതും എങ്ങനെയാണ്? ഒരു അനുപാതത്തിലും നിരക്കുകളുടെയും രൂപത്തിലാണ് സൂചിപ്പിക്കുന്നത്. ഉദാഹരണമായി ജനനനിരക്ക്, മരണനിരക്ക്, സ്ത്രീ പുരുഷാനുപാതം, അനുപാതം മുതലായവ. ജനസംഖ്യാശാസ്ത്രത്തിന്റെ രണ്ട് ശാഖകൾ എന്തൊക്കെയാണ്? സാമൂഹിക ജനസംഖ്യാശാസ്ത്രവും ഔപചാരിക ജനസംഖ്യാശാസ്ത്രവും. സാമൂഹിക ജനസംഖ്യാശാസ്ത്രം, ഔപചാരിക ജനസംഖ്യാശാസ്ത്രം എന്താണ് നോക്കാം ഇവ രണ്ടും. സാമൂഹിക ജനസംഖ്യാശാസ്ത്രം അതായത് സോഷ്യൽ ഡെമോഗ്രഫി ജനസംഖ്യയുടെ ഘടനയും അവയുടെ മാറ്റത്തിന്റെ കാരണങ്ങളും അനന്തരഫലങ്ങളും അന്വേഷിക്കുന്നു. ഒരു പ്രദേശത്തെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ രീതികൾക്ക് പ്രാധാന്യം നൽകുന്നു. അപ്പോൾ സോഷ്യൽ ഡെമോഗ്രഫി അഥവാ സാമൂഹിക ജനസംഖ്യാശാസ്ത്രം ജനസംഖ്യയുടെ ഘടനയും അവയുടെ മാറ്റത്തിന്റെ കാരണങ്ങളും അനന്തരഫലങ്ങളും അന്വേഷിക്കുന്നു. ഒരു പ്രദേശത്തെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ രീതികൾക്ക് പ്രാധാന്യം നൽകുന്നു. ഇനി ഔപചാരിക ജനസംഖ്യാശാസ്ത്രം അഥവാ ഫോമൽ ഡെമോഗ്രഫി ജനസംഖ്യാ മാറ്റത്തിന്റെ ഘടകങ്ങളെ അളക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്നു. ജനസംഖ്യയിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ ഘടകങ്ങളുണ്ടല്ലോ, അവയെ അളക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്നതാണ് ഔപചാരിക ജനസംഖ്യാശാസ്ത്രത്തിൽ ചെയ്യുന്നത്. ഔപചാരിക ജനസംഖ്യാശാസ്ത്ര പഠനത്തിന് ഉദാഹരണമാണ് ജനസംഖ്യാ കണക്കെടുപ്പ്, സെൻസസ്. ഇത് രാജ്യത്തെ ജനങ്ങളുടെ എണ്ണം, പ്രായഘടന, സ്ത്രീ പുരുഷാനുപാതം, സാമൂഹിക സാമ്പത്തിക അവസ്ഥ തുടങ്ങിയ ദത്തങ്ങൾ ശേഖരിച്ച് വിശകലനം ചെയ്യുന്നു. സെൻസസ് ഔപചാരിക ജനസംഖ്യാശാസ്ത്രത്തിന് ഉദാഹരണമാണ്. ഇത് രാജ്യത്തെ ജനങ്ങളുടെ എണ്ണം, പ്രായഘടന, സ്ത്രീ പുരുഷാനുപാതം, സാമൂഹിക സാമ്പത്തിക അവസ്ഥ തുടങ്ങിയ ദത്തങ്ങൾ ശേഖരിച്ച് വിശകലനം ചെയ്യുന്നു. ഇന്ത്യയിൽ സെൻസസ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആരാണ്? രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയിലെ സെൻസസ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ സെൻസസ് ഇന്ത്യയുടേതാണ്. സാധാരണയായി 10 വർഷത്തിൽ ഒരിക്കലാണ് ഇന്ത്യയിൽ സെൻസസ് നടത്തുന്നത്. ഓരോ വർഷത്തെ ആകെ ജനസംഖ്യ 2011 നമുക്ക് അവസാനമായിട്ട് സെൻസസ് നടന്നത്. 1901 238 ദശലക്ഷത്തിലായിരുന്നു തുടങ്ങിയത്. ലാസ്റ്റ് 2011 ആയപ്പോൾ 1210 എന്ന കണക്കിലായി. ജനസംഖ്യാശാസ്ത്രത്തിന്റെ സാമൂഹിക പ്രാധാന്യം. വൈവിധ്യമാർന്ന ജനസംഖ്യയെക്കുറിച്ചാണ് ജനസംഖ്യാശാസ്ത്രം പഠന വിധേയമാക്കുന്നത്. ജനസംഖ്യയുടെ ചലനാത്മകതയെയും വികസനത്തെയും കുറിച്ച് പഠിക്കുന്നു. ജനസംഖ്യയുടെ വിശകലനം സാധ്യമാകുന്നത് അത് സാമൂഹിക സാഹചര്യങ്ങളുമായി ഇഴചേർന്ന് നിൽക്കുമ്പോഴാണ്. സാമൂഹിക ജനസംഖ്യാശാസ്ത്രം ജനസംഖ്യാ ഘടനയും മാറ്റവും സംബന്ധിച്ചുള്ള അന്വേഷണവും അത് എങ്ങനെ ശാസ്ത്രപരമായ ഘടകങ്ങളുമായി അതായത് പ്രദേശം, മതം, ജാതി, ജെൻഡർ മുതലായവ ഇടപെടുന്നു എന്നതാണ് കൈകാര്യം ചെയ്യുന്നത്. ഒരു പ്രദേശത്തെ ജനസംഖ്യാ ഘടകങ്ങൾ ആ പ്രദേശത്തെ വിവിധ സാമൂഹിക ഘടകങ്ങളുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് സാമൂഹിക ജനസംഖ്യാശാസ്ത്രം വിശകലനം ചെയ്യുന്നു. ഇത്തരത്തിൽ ജനസംഖ്യാശാസ്ത്ര പഠനം ഒരു സാമൂഹിക പ്രക്രിയയാണ്. അപ്പം ജനസംഖ്യാശാസ്ത്ര പഠനം എന്ന് പറയുന്ന ഒരു സാമൂഹിക പ്രക്രിയയാണ്. സാമൂഹിക ഘടകങ്ങൾ, ജനസംഖ്യാ ഘടകങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് സാമൂഹിക ഘടകങ്ങൾ? സംസ്കാരം, വഴക്കങ്ങൾ, മതം, സാമൂഹിക നിയന്ത്രണം, സാമ്പത്തികം, സമുദായം മുതലായവയൊക്കെ സാമൂഹിക ഘടകങ്ങളിൽ പെടുന്നവയാണ്. ഇനി ജനസംഖ്യാ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ജനസംഖ്യയുടെ വലിപ്പം, പ്രായം, ലിംഗപദവിയും
പ്രായവും ലിംഗപദവിയും, ജനസംഖ്യാ മാറ്റം, ആഭ്യന്തര കുടിയേറ്റം, രാജ്യാന്തര കുടിയേറ്റം, രോഗാതുരത മുതലായവ. ഇന്ത്യയിൽ ജനസംഖ്യാ പഠനം നടത്തുന്ന പ്രധാന സ്ഥാപനങ്ങളാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് അതായത് NSO, നീതി ആയോഗ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോപ്പുലേഷൻ സയൻസ് NIPS, നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ NFHS. ഏതൊക്കെ സ്ഥാപനങ്ങളാണ് ഇന്ത്യയിൽ പോപ്പുലേഷൻ കണക്കാക്കുന്നത്, അതായത് ജനസംഖ്യ പഠനം നടത്തുന്ന ആരൊക്കെയാണ്? NSO, പിന്നെ നീതി ആയോഗ്, NIPS, NFHS. ഇതിൻ്റെയൊക്കെ ഫുൾ ഫോം നോക്കി വെക്കണം. ജനസംഖ്യാശാസ്ത്രത്തിന്റെ വ്യത്യസ്ത രൂപങ്ങളെ പരിചയപ്പെടാം. ജനസംഖ്യാശാസ്ത്രത്തിന്റെ സൂചകങ്ങളാണ് കുടിയേറ്റം, ജനനനിരക്കും മരണനിരക്കും, ജനസാന്ദ്രത, സ്ത്രീ പുരുഷാനുപാതം, ആയുർദൈർഘ്യം, പ്രായഘടന, ആശ്രിതാനുപാതം. ഏതൊക്കെയാണ്? കുടിയേറ്റം, ജനനനിരക്കും മരണനിരക്കും, ജനസാന്ദ്രത, സ്ത്രീ പുരുഷാനുപാതം, ആയുർദൈർഘ്യം, പ്രായഘടന, ആശ്രിതാനുപാതം. ഒരു കവിതയുണ്ട്, ഒരു കവിത ശ്രദ്ധിക്കണേ. ആസാം പണിക്കാർ എന്ന് പറയുന്ന വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ ഒരു കവിതയാണ്. കവിതയിലെ വരിയാണ്: ജനിച്ച നാട് വിട്ടകലെ ആസാമിൽ പണിക്കു പോകുന്ന പരിശകൾ നമ്മൾ കുതിച്ചു തീവണ്ടി കിതച്ചു പായുന്നു തിരയടിക്കും താഴ്വാരവും പാടവും. രണ്ടാം ലോകയുദ്ധ കാലത്ത് കേരളത്തിൽ നിന്നും ആസാമിലേക്ക് തൊഴിലന്വേഷിച്ചു പോയ ആളുകളെ കുറിച്ചാണ് വൈലോപ്പിള്ളി തൻ്റെ കവിതയിൽ പരാമർശിക്കുന്നത്. 1941 കാലഘട്ടത്തിൽ കേരളത്തിലെ ജനങ്ങൾ എങ്ങോട്ട് പോയിരുന്നു? തൊഴിൽ തേടി ആസാമിലേക്ക് പോയിരുന്നു എന്ന് മനസ്സിലാക്കാമല്ലോ. നിലവിൽ ആസാമിൽ നിന്നുമാണ് ആസാമിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ജനങ്ങൾ കേരളത്തിലേക്കാണ് വരുന്നത്. നമുക്ക് മറുനാടൻ തൊഴിലാളികളെ അതിഥി തൊഴിലാളികൾ എന്ന് വിളിച്ചു കേരളം കൈയടിച്ചു ലോകം. കേരളത്തിൽ ഒരു പുതിയ വാക്ക് ഉപയോഗിച്ചാണ് കുടിയേറ്റ തൊഴിലാളികളെ പരാമർശിക്കുന്നത്. എന്താണ് ആ വാക്ക്? അതിഥി തൊഴിലാളികൾ. നൽകിയിരിക്കുന്ന പത്രവാർത്ത ശ്രദ്ധിച്ചുവല്ലോ. അതിഥി തൊഴിലാളികൾ എന്ന പ്രയോഗം നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അതിഥി തൊഴിലാളികൾ ഇന്ന് കേരളീയ സമൂഹത്തിന്റെ ഭാഗമായി മാറി. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ഏത് മേഖലയിലും ഇന്ന് അതിഥി തൊഴിലാളികൾ ഉണ്ട്. അവർ ഒരു ദേശത്ത് നിന്നും മറ്റൊരു ദേശത്തേക്ക് തൊഴിൽ തേടി പോകുന്നതിന്റെ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? മെച്ചപ്പെട്ട വരുമാനം, ഉയർന്ന സാമൂഹിക പദവി. കേരളത്തിലെ കുടിയേറ്റ ചരിത്രം. മലയാളം സംസാരിക്കുന്ന ജനത കൂട്ടായ ഒരു ദേശീയബോധം, ഭാഷ, ഭൂമിശാസ്ത്രം എന്നിവയുടെ അടിസ്ഥാനത്തിൽ കേരളീയർ എന്ന ഒറ്റ സ്വത്വമാകുന്നതിനു മുമ്പ് തന്നെ ഇവിടെ നിന്ന് കുടിയേറ്റങ്ങളും പ്രവാസങ്ങളും ലക്ഷ്യമാക്കിയുള്ള പല രീതിയിലുള്ള യാത്രകൾ സംഭവിച്ചിരുന്നു. കേരളത്തിൽ നിന്ന് ബ്രിട്ടീഷ് കോളനിയിലേക്ക് കേരളീയത നിർബന്ധപൂർവം അടിമ തൊഴിലാളികളായി ഉപയോഗിച്ചിരുന്നു. മധ്യ കേരളത്തിൽ നിന്നും തെക്കൻ കേരളത്തിൽ നിന്നും 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ മലബാർ പ്രദേശങ്ങളിലേക്ക് ഒറ്റപ്പെട്ടതും സംഘടിതവുമായ കുടിയേറ്റങ്ങൾ നടന്നിരുന്നു. ഇക്കാലയളവിൽ തന്നെ മലയാളികൾ ഇന്ത്യയിലെ വൻ നഗരങ്ങളായ ബോംബെ, അതായത് മുംബൈ, ചെന്നൈ, നേരത്തെ മദ്രാസ്, കൽക്കട്ട, ഡൽഹി തുടങ്ങിയ ഇടങ്ങളിലേക്ക് ജോലി അന്വേഷിച്ചു വ്യാപകമായി പോയതും ജനസംഖ്യാടിസ്ഥാനമാക്കിയ ചലനാത്മകതയ്ക്ക് ഉദാഹരണമാണ്. ഇതിനുശേഷമാണ് ഗൾഫ് പ്രദേശങ്ങളിലേക്കുള്ള വ്യാപക കുടിയേറ്റം കേരളത്തിൽ നിന്നുണ്ടാകുന്നത്. ലോകത്തിലെ വികസന കാര്യങ്ങളിൽ മുന്നാക്കം നിൽക്കുന്ന വിദേശ രാജ്യങ്ങളിലേക്കും മലയാളികൾ ജോലിക്കും സ്ഥിരതാമസത്തിനുമായി എത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസവും അനുബന്ധ തൊഴിലും തേടിയുള്ള കുടിയേറ്റങ്ങളാണ് കേരളത്തിൽ നിന്ന് കൂടുതലും ഉണ്ടാകുന്നത്. കാനഡ, UK, USA, ന്യൂസിലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് നിലവിൽ ധാരാളം പേർ കുടിയേറുന്നത്. ഇപ്പം എന്തിനാണ്? വിദ്യാഭ്യാസത്തിനാണ് കൂടുതൽ ആളുകൾ, അനുബന്ധ ജോലികൾക്കും വേണ്ടി. എവിടോട്ടൊക്കെയാണ് പോകുന്നത്? കാനഡ, UK, USA, ന്യൂസിലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഇപ്പം നിരവധി നമ്മുടെ കേരളീയർ കുടിയേറുന്നുണ്ട്. ഇപ്പം മുകളിൽ നൽകിയിരിക്കുന്ന കാരണങ്ങൾ വായിച്ചപ്പോൾ കുടിയേറ്റം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. അപ്പോൾ ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് സ്ഥിരമായോ താൽക്കാലികമായോ ജനങ്ങൾ മാറി താമസിക്കുന്നതിനെയാണ് കുടിയേറ്റം എന്ന് പറയുന്നത്. പ്രധാനമായും 2 തരത്തിലുള്ള കുടിയേറ്റങ്ങളാണ് ഉള്ളത്: ആഭ്യന്തര കുടിയേറ്റം, പിന്നെ രാജ്യാന്തര കുടിയേറ്റം. ആഭ്യന്തര കുടിയേറ്റം എന്താണ്? രാജ്യാതിർത്തിക്കുള്ളിലുള്ള
കുടിയേറ്റങ്ങളെ ആഭ്യന്തര കുടിയേറ്റങ്ങൾ എന്ന് പറയുന്നു. കേരളത്തിലെ ജനങ്ങൾ തൊഴിൽ തേടി മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകുകയും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ജനങ്ങൾ കേരളത്തിലേക്ക് വരുന്നത് ആഭ്യന്തര കുടിയേറ്റത്തിന് ഉദാഹരണമാണ്. അതായത് അതിഥി തൊഴിലാളികൾ നമ്മൾ ഇവിടോട്ട് വന്നില്ലേ, അത് ആഭ്യന്തര കുടിയേറ്റത്തിന് ഉദാഹരണമാണ്. ഇനി രാജ്യാന്തര കുടിയേറ്റം എന്ന് വെച്ചാൽ രാജ്യത്തിന്റെ അതിർത്തി കടന്നുള്ള കുടിയേറ്റങ്ങളെ പൊതുവെ രാജ്യാന്തര കുടിയേറ്റം എന്ന് പറയുന്നു. ഇന്ത്യയിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ജനങ്ങൾ പോകുന്നത് രാജ്യാന്തര കുടിയേറ്റത്തിന് ഉദാഹരണമാണ്. വിദ്യാഭ്യാസത്തിനും അതുമായി ബന്ധപ്പെട്ട തൊഴിലിനുമൊക്കെ ആയിട്ട് കാനഡ, UK, USA എന്നൊക്കെ പറയുന്ന രാജ്യങ്ങളിലേക്ക് കേരളത്തിൽ നിന്നുള്ള, അതായത് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ളവർ പോകുന്നില്ലേ, അതിനെയാണ് രാജ്യാന്തര കുടിയേറ്റം എന്ന് പറയുന്നത്. സ്ഥിരമായിട്ടോ അല്ലെങ്കിൽ താൽക്കാലികമായിട്ടോ പോവാം. വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകാം, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് അവിടെ പെർമനന്റ് ആയിട്ട് കുടിയേറി പോകുന്നവരുണ്ട്. കുടിയേറ്റം ഒരു പ്രദേശത്തിന്റെ ജനസംഖ്യാ ഘടനയിൽ മാറ്റം ഉണ്ടാക്കുന്നു. ജനനനിരക്കും മരണനിരക്കും ഒരു പ്രദേശത്തെ ജനസംഖ്യാ വളർച്ച കണക്കാക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് അവിടുത്തെ ജനനനിരക്കും മരണനിരക്കും. ജനസംഖ്യയിലെ ഓരോ 1000ത്തിനും ജീവനോടെ ജനിക്കുന്നവരുടെ എണ്ണമാണ് ജനനനിരക്ക്. അതായത് 1000ൽ എത്ര പേര് ജീവനോടെ ജനിക്കുന്നു എന്നുള്ളതാണ് ജനനനിരക്ക് എന്ന് പറയുന്നത്. ഒരു പ്രത്യേക പ്രദേശത്ത് നിശ്ചിത സമയത്തിൽ ജനസംഖ്യയിലെ ഓരോ 1000ത്തിലും മരിക്കുന്നവരുടെ എണ്ണമാണ് മരണനിരക്ക്. ഓരോ 1000ത്തിലും എത്ര പേര് കുറയുന്നു എന്നുള്ളതാണ്, അതായത് മരിക്കുന്നു എന്നുള്ളതാണ് മരണനിരക്കായിട്ട് പറയുന്നത്. ജനനനിരക്കും മരണനിരക്കും തമ്മിലുള്ള വ്യത്യാസത്തിലാണ് ജനസംഖ്യാ വളർച്ച കണക്കാക്കുന്നത്. ജനനനിരക്ക് കുറയുകയും മരണനിരക്ക് ഉയരുകയും ചെയ്യുന്ന അവസ്ഥയിൽ ജനസംഖ്യ കുറയുകയാണ് ചെയ്യുന്നത്. മരണനിരക്കിനേക്കാൾ ജനനനിരക്ക് ഉയരുമ്പോൾ ജനസംഖ്യ വർദ്ധിക്കുന്നു. എന്താണ് ശിശു മരണനിരക്ക്? ഒരു വർഷത്തിൽ 1000 ജീവനോടെയുള്ള ജനനങ്ങളിൽ 1 വയസ്സിനുള്ളിൽ മരണപ്പെടുന്ന ശിശുക്കളുടെ എണ്ണത്തെ ശിശു മരണനിരക്ക്, അതായത് ഇൻഫന്റ് മോർട്ടാലിറ്റി എന്നാണ് പറയുന്നത്. അതായത് ഓരോ 1000ത്തിലും 1 വയസ്സിൽ കുഞ്ഞുങ്ങൾ ജനിക്കുന്നില്ലേ, അവരാണെങ്കിൽ 1 വയസ്സ് വരെ ഉള്ളവരിൽ മരണപ്പെടുന്ന കണക്കനുസരിച്ചാണ് ശിശു മരണനിരക്ക് എന്ന് പറയുന്നത്. ഇനി മാതൃമരണ നിരക്ക് എന്താണ്? ഒരു വർഷം നടക്കുന്ന 1000 പ്രസവങ്ങളിൽ മരിക്കുന്ന സ്ത്രീകളുടെ എണ്ണത്തെയാണ് മാതൃമരണ നിരക്ക്, മെറ്റേണൽ ഇമോർട്ടാലിറ്റി എന്ന് പറയുന്നത്. ഒരു രാജ്യത്തെ ഉയർന്ന ശിശുമരണ നിരക്കും മാതൃമരണ നിരക്കും ആ രാജ്യത്തിന്റെ പിന്നോക്കാവസ്ഥയുടെയും ദാരിദ്ര്യത്തിന്റെയും സൂചകങ്ങളാണ്. ഇന്ത്യയിലെ ജനനമരണ നിരക്ക് നോക്കുക 1901 മുതൽ 2001 വരെയുള്ളത്. ജനനനിരക്ക് ലാസ്റ്റ് 26, ആദ്യമൊക്കെ 1901 തുടക്കകാലത്തൊക്കെ എങ്ങനെ 49.2 വരെയൊക്കെ ജനനനിരക്കായിരുന്നു. 2001 ആയപ്പോഴത്തേക്ക് 26. മരണനിരക്ക് കൂടുതലായിരുന്നു, അന്നൊക്കെ 42.6 എന്നുള്ള കണക്കായിരുന്നു. ഇപ്പോൾ എന്തായാലും 9 കുറഞ്ഞു. ജനന മരണസ്ഥിതി വിവരങ്ങളുടെ കൃത്യത ഇവ ബന്ധപ്പെട്ട ഏജൻസികളെ അറിയിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. ഇന്ത്യ അടക്കമുള്ള ഒട്ടുമിക്ക രാജ്യങ്ങളിലും ജനന മരണങ്ങൾ യഥാസമയം രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അതിനുള്ള നിയമം അനുശാസിക്കുന്നുണ്ട്. ജനസാന്ദ്രത ഒരു പ്രദേശത്തെ പ്രധാന സാമൂഹിക സാമ്പത്തിക ഘടകങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഒന്നാണ് അവിടുത്തെ ജനസാന്ദ്രത. ഒരു പ്രദേശത്ത് നിശ്ചിത കാലയളവിൽ അധിവസിക്കുന്ന ജനങ്ങളുടെ ആകെ എണ്ണമാണ് ആ പ്രദേശത്തെ ജനസംഖ്യ എന്ന് പറയുന്നത്. ഒരു പ്രദേശത്ത് നിശ്ചിത കാലയളവിൽ അധിവസിക്കുന്ന ജനങ്ങളുടെ ആകെ എണ്ണമാണ് ആ പ്രദേശത്തെ ജനസംഖ്യ. എന്നാൽ ഓരോ ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്തുള്ള ശരാശരി ജനസംഖ്യയെ ജനസാന്ദ്രത അഥവാ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ എന്ന് പറയുന്നു. ഇന്ത്യയിൽ ജനസാന്ദ്രതയിൽ പ്രകടമായ പ്രാദേശിക വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നു. 2011 സെൻസസ് പ്രകാരം ജനസാന്ദ്രതയിൽ ഡൽഹി ഏറ്റവും മുന്നിലും അരുണാചൽപ്രദേശ് ഏറ്റവും പിന്നിലുമാണ്. ഉയർന്ന ജനസാന്ദ്രതയുള്ള പ്രദേശത്തെ സാമൂഹിക പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്? തുറസായ സ്ഥലമില്ലായ്മ, മലിനീകരണം, ജലസംഭരണക്കുറവ്, ആൾക്കൂട്ടം എന്നിവയൊക്കെയാണ് സാമൂഹിക പ്രശ്നങ്ങൾ. ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ ജനസംഖ്യ വളരെ ഉയർന്നതും മറ്റ് ചില സംസ്ഥാനങ്ങളിൽ വളരെ താഴ്ന്നു നിൽക്കുന്നു. കാരണം എന്തൊക്കെയായിരിക്കാം? കാലാവസ്ഥ, ഭൂപ്രകൃതി, ജലലഭ്യത, തൊഴില്, മണ്ണിനങ്ങൾ, അങ്ങനെയൊക്കെ എല്ലാം വരും. ഇനി
ദാരിദ്ര്യമൊക്കെ വരും. ഇനി സ്ത്രീ പുരുഷാനുപാതവും ശിശുലിംഗാനുപാതവും. സ്ത്രീ പുരുഷാനുപാതം ജനസംഖ്യയുടെ വളർച്ചാ നിരക്കുകളെയും അതിൻ്റെ പരിണാമത്തെയും സ്വാധീനിക്കുന്നു. ജനസംഖ്യയുടെ സ്ത്രീ പുരുഷാനുപാതം ജനനനിരക്ക്, മരണനിരക്ക്, കുടിയേറ്റം എന്നിവയെ ബാധിക്കുന്നു. ഒരു നിശ്ചിത കാലയളവിൽ ഒരു പ്രത്യേക പ്രദേശത്തെ 1000 പുരുഷന്മാർക്ക് ആനുപാതികമായി എത്ര സ്ത്രീകളുണ്ട് എന്ന് കണക്കാക്കുന്നതിനെയാണ് സ്ത്രീ പുരുഷാനുപാതം അഥവാ സെക്സ് റേഷ്യോ എന്ന് പറയുന്നത്. അതായത് 0 മുതൽ 6 വയസ്സിനുള്ളിൽ 1000 ആൺകുട്ടികൾക്ക് ആനുപാതികമായി എത്ര പെൺകുട്ടികൾ എന്ന് കണക്കാക്കുന്നതിനെയാണ് ശിശുലിംഗാനുപാതം ചൈൽഡ് സെക്സ് റേഷ്യോ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ കുറയുന്ന സ്ത്രീ പുരുഷാനുപാതവും ശിശുലിംഗാനുപാതവും 1961 മുതൽ 2001 വരെയാണ്. സ്ത്രീ പുരുഷാനുപാതം 1961 941, ശിശുലിംഗാനുപാതം 960 ആയിരുന്നു. കുറഞ്ഞു വരുന്നുണ്ട്. 2011 ആയപ്പോഴത്തേക്ക് സ്ത്രീ പുരുഷാനുപാതം 940, ശിശുലിംഗാനുപാതം എത്രയായി? 914 ആയി. സ്ത്രീ പുരുഷാനുപാതത്തിന് സ്ത്രീ പുരുഷ സന്തുലിതാവസ്ഥയിൽ വലിയ പങ്കുണ്ട്. ഒരു പ്രദേശത്തെ ജനസംഖ്യാ വളർച്ച പ്രവചിക്കുന്നതിനും ജനസംഖ്യയുടെ വലിപ്പം കണക്കാക്കുന്നതിനും സ്ത്രീ പുരുഷാനുപാതം ഉപയോഗിക്കുന്നു. ഇന്ത്യയിൽ സ്ത്രീ പുരുഷാനുപാതം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നീതി ആയോഗ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. താഴെ പറയുന്ന മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സർക്കാരിനോട് ശുപാർശ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? പെൺകുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുക, പെൺകുട്ടികൾക്ക് മികച്ച ആരോഗ്യ സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകുക, സ്ത്രീകളെയും പെൺകുട്ടികളെയും ശാക്തീകരിക്കുക. ആയുർദൈർഘ്യം. എല്ലാ രാജ്യങ്ങളും അവിടെയുള്ള ജനതയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും മരണനിരക്ക് കുറയ്ക്കുന്നതിനുമായി പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രദേശത്തെ ജനസംഖ്യാ വളർച്ച കണക്കാക്കുന്നതിനുള്ള പ്രധാന ഘടകമാണ് ആയുർദൈർഘ്യം. ഒരാൾ ശരാശരി എത്ര കാലം ജീവിച്ചിരിക്കും എന്ന കണക്കാണ് ആയുർദൈർഘ്യം എന്ന് പറയുന്നത്. ഒരു നിശ്ചിത പ്രദേശത്തെ ഓരോ പ്രായ വിഭാഗത്തിലെയും മരണനിരക്കിന്റെ അടിസ്ഥാനത്തിലാണ് ആയുർദൈർഘ്യം കണക്കാക്കുന്നത്. കേരളത്തിലെ ആയുർദൈർഘ്യം അതായത് എത്ര? പുരുഷന്മാർക്ക് 72 വയസ്സ്, 72.3. ആയുർദൈർഘ്യം സ്ത്രീകളാണെങ്കിൽ 78.0. മഹാരാഷ്ട്രയിൽ ആയുർദൈർഘ്യം പുരുഷന്മാർക്ക് 71, പിന്നെ സ്ത്രീകൾക്കാണെങ്കിൽ 74. പഞ്ചാബില് 71, ആയുർദൈർഘ്യം സ്ത്രീകൾക്കാണെങ്കിലോ 74.7. ഉത്തർപ്രദേശ് ആണെങ്കിൽ 65 വയസ്സ് വരെയാണ് പുരുഷന്മാരുടെ ആയുർദൈർഘ്യം എന്ന് പറയുന്നത് പെർസെൻറ്റേജിൽ. ഇനി അടുത്തത് ആയുർദൈർഘ്യം സ്ത്രീയിലാണെങ്കിൽ 66.2. ഛത്തീസ്ഗഡില് 63.7. ആയുർദൈർഘ്യം സ്ത്രീകൾക്കാണെങ്കിൽ 66.9. ഇന്ത്യയിലും മൊത്തത്തിലാണെങ്കിൽ 68.4 ആയുർദൈർഘ്യം പുരുഷന്മാരുടെ. സ്ത്രീകളുടെ ആണെങ്കിൽ 71.1. 2022 പുറത്തിറങ്ങിയ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിന്റെ അതായത് NSO വിമൺ ആൻഡ് മെൻ ഇൻ ഇന്ത്യ റിപ്പോർട്ട് അനുസരിച്ച് 2015-19 കാലയളവിൽ ഇന്ത്യയിലെ സ്ത്രീ പുരുഷ ആയുർദൈർഘ്യം യഥാക്രമം 71.1 68.4 ആണ്. അതേസമയം കേരളത്തിലെ സ്ത്രീ പുരുഷ ആയുർദൈർഘ്യം എത്രയാണ്? 78.0. അതായത് 78 72.3 ആണ്. ഇത് പഠിക്കണം, ഇന്ത്യയുടെയും കേരളത്തിലെ ഉയർന്ന ആയുർദൈർഘ്യത്തിന് നിരവധി ഘടകങ്ങൾ കാരണമാണ്. എന്തായിരിക്കാം? ഉയർന്ന സാക്ഷരതാ നിരക്കും ഉയർന്ന വിദ്യാഭ്യാസവും വികേന്ദ്രീകൃത പൊതുജനാരോഗ്യ നയം, ശുചിത്വം, ഭക്ഷ്യലഭ്യതയും പൊതുവിതരണവും. വയോജനങ്ങളുടെ സാമൂഹിക ക്ഷേമത്തിനും സുരക്ഷിതത്വത്തിനും വിവിധ കർമ്മ പരിപാടികൾ സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നുണ്ട്. കേരളത്തിലെ 60 വയസ്സിന് മേൽ പ്രായമുള്ളവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ വയോജനങ്ങളുടെ ക്ഷേമവും സംരക്ഷണവും ഉറപ്പുവരുത്താൻ സംസ്ഥാന സർക്കാർ 2013 സംസ്ഥാന വയോജന നയം ആവിഷ്കരിച്ചത്. 2013 സംസ്ഥാന വയോജന നയം ആവിഷ്കരിക്കുന്നത്. 1456-7 അതൊരു സംഖ്യയാണ്. വയോജനങ്ങൾക്കായുള്ള ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1456-7 എന്നുള്ളത്. എന്തൊക്കെ അവരുടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പകൽ വീട്, വയോജന
വയോരക്ഷാ പദ്ധതി, വയോമിത്രം പദ്ധതി, അമൃതം പദ്ധതി എന്നിവ സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇതൊക്കെ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് കേരള സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള. പകൽ വീട്, വയോരക്ഷാ പദ്ധതി, വയോമിത്രം പദ്ധതി, അമൃതം പദ്ധതിയൊക്കെ. ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ലോക ജനസംഖ്യാ ദിന സന്ദേശമടങ്ങുന്ന എന്നാണ് ലോക ജനസംഖ്യാ ദിനം? ജൂലൈ 11 ജനസംഖ്യാ പ്രായഘടന. ജനസംഖ്യാ ക്രമീകരണത്തിന്റെ പ്രധാനപ്പെട്ട സൂചകമാണ് ജനസംഖ്യാ പ്രായഘടന. ആപേക്ഷികമായി വ്യത്യസ്ത പ്രായ വിഭാഗത്തിലുള്ള വ്യക്തികളുടെ അനുപാതമാണ് ജനസംഖ്യാ പ്രായഘടന. ഏജ് സ്ട്രക്ചർ ഓഫ് പോപ്പുലേഷൻ. എന്താണ്? ആപേക്ഷികമായി വ്യത്യസ്ത പ്രായ വിഭാഗത്തിലുള്ള വ്യക്തികളുടെ അനുപാതമാണ് ജനസംഖ്യാ പ്രായഘടന. പുരോഗതി, ശരാശരി ആയുർദൈർഘ്യം എന്നിവയിലുള്ള മാറ്റങ്ങൾ പ്രായഘടനയെ ബാധിക്കുന്നു. ജനസംഖ്യയെ വിവിധ പ്രായക്കാരുടെ ഗ്രൂപ്പുകളായി തിരിച്ച് ആകെ ജനസംഖ്യയെ ഓരോ ഗ്രൂപ്പും എത്രയെന്ന് ആനുപാതികമായി വിശേഷിപ്പിക്കുന്നതിനാണ് ജനസംഖ്യാ പ്രായഘടന എന്ന് പറയുന്നത്. പ്രായവിഭാഗം. പ്രായം 0 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾ എന്നാണ് അറിയപ്പെടുന്നത്. 15 മുതൽ 59 വയസ്സ് വരെയുള്ള യുവാക്കളെന്നും 60 മുകളിലാണെങ്കിലാണ് പ്രായമായവർ. ഒരു പ്രദേശത്തെ ജനനനിരക്കും മരണനിരക്കും ആ പ്രദേശത്തിന്റെ ജനസംഖ്യാ പ്രായഘടനയിൽ സ്വാധീനം ചെലുത്തുന്നു. നമ്മുടെ രാജ്യത്ത് മുമ്പ് ശരിയായ ആരോഗ്യ സംരക്ഷണമില്ലാത്തതു കൊണ്ട് രോഗങ്ങൾ കൊണ്ടും മറ്റ് ഘടകങ്ങൾ കൊണ്ടും ശരാശരി ആയുർദൈർഘ്യം കുറയുന്നതിന് കാരണമായി. കൂടാതെ ശിശുമാതൃ മരണനിരക്ക് ഉയരുന്നതും പ്രായഘടനയെ സ്വാധീനിച്ചു. എന്നാൽ രാജ്യത്തിന്റെ വികസനത്തോടൊപ്പം ജീവിത നിലവാരവും ഉയരുകയും ആയുർദൈർഘ്യം വർദ്ധിക്കുകയും ചെയ്തു. താരതമ്യേന പ്രായം കൂടിയ വിഭാഗത്തിന്റെ പ്രായഘടനാനുപാതം ചെറു പ്രായ വിഭാഗത്തേക്കാൾ ഉയർന്നു. ഈ പ്രായഘടനയാണ് വാർദ്ധക്യ ബാധിത ജനത, ഏജിംഗ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഇനി 2011 സെൻസസ് പ്രകാരമുള്ള ഇന്ത്യയിലെ പ്രായ വിഭാഗത്തിന്റെ കണക്ക് നോക്ക്. എത്രയായിരുന്നു? ശതമാനം വെച്ചാണ് 14 വയസ്സ് വരെയുള്ള 29%, 15 മുതൽ 59 വയസ്സ് വരെ 63, 60 വയസ്സിനും കൂടുതൽ 8. ഇന്ത്യയിൽ ഉയർന്ന അനുപാതത്തിൽ യുവജനസംഖ്യയുണ്ടെന്നും കുറഞ്ഞ അനുപാതത്തെ പ്രായമായവരാണെന്നും പട്ടിക സൂചിപ്പിക്കുന്നു. യുവജനങ്ങൾക്ക് കൂടുതൽ തൊഴിൽ ശക്തി നൽകാനും സാമ്പത്തിക വളർച്ചയുണ്ടാകാനും സാധിക്കും. ഇതിനായി യുവജനങ്ങൾക്ക് വിദ്യാഭ്യാസത്തിലും ആരോഗ്യ സംരക്ഷണത്തിലും കൂടുതൽ പ്രാധാന്യം ആവശ്യമാണ്. അതേസമയം പ്രായാധിക്യമുള്ളവർക്ക് സാമൂഹിക സുരക്ഷ, ആരോഗ്യ പരിരക്ഷാ സംവിധാനം എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതായും വരുന്നു. ആശ്രിത അനുപാതം. 15 മുതൽ 64 വയസ്സ് വരെ പ്രായമുള്ളവരാണ് സജീവമായ പ്രായഘടന. ഒരു രാജ്യത്തെ അധ്വാനിക്കുന്ന ജനങ്ങൾ എന്നറിയപ്പെടുന്നത്, അധ്വാനിക്കുന്ന ജനസംഖ്യ എന്നറിയപ്പെടുന്നത് 15 മുതൽ 64 വയസ്സ് വരെ പ്രായമുള്ളവരാണ്. 15 താഴെയും 64 മുകളിലും പ്രായഘടനയുള്ളവർ ആശ്രിത വിഭാഗത്തിൽ പെടുന്നു. ജനസംഖ്യയിലെ ആശ്രിത വിഭാഗത്തെയും തൊഴിലെടുക്കുന്ന വിഭാഗത്തെയും താരതമ്യം ചെയ്യുന്ന മാനദണ്ഡത്തെ ആശ്രിത അനുപാതം എന്നു പറയുന്നു. ആശ്രിത അനുപാതം ഒരു രാജ്യത്തെ സാമ്പത്തിക ക്ഷമതയെ ഒരു പരിധിവരെ സ്വാധീനിക്കും. ആശ്രിത അനുപാതം മനസ്സിലാക്കുന്നതിലൂടെ സർക്കാരുകൾക്ക് ആരോഗ്യ സംവിധാനം, വിദ്യാഭ്യാസ മേഖല എന്നിവയെക്കുറിച്ച് കൂടുതൽ വ്യക്തമായി വിലയിരുത്താനും അതോടൊപ്പം പ്രവർത്തനങ്ങൾ വിഭാവനം ചെയ്യാനും കഴിയുന്നു. ക്ഷേമവും കരുതലും ആവശ്യമുള്ളവരുടെ എണ്ണം മനസ്സിലാക്കാനും അവർക്ക് വേണ്ട പദ്ധതികൾ രൂപീകരിക്കുവാനും ആശ്രിത അനുപാതം സഹായിക്കുന്നു. ആശ്രിത അനുപാതം ഉയരുമ്പോൾ വയോജനതയുടെ എണ്ണവും വർദ്ധിക്കുന്നത് രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിലൊന്നാണ്. തൊഴിലെടുക്കാൻ പ്രാപ്തിയുള്ള ജനത 15-നും 64-നും ഇടയിൽ പ്രായമുള്ളവർ. തൊഴിലിലേർപ്പെടാൻ കഴിയാത്ത വലിയ വിഭാഗത്തെ ഏറ്റെടുക്കേണ്ട ബാധ്യതയുണ്ടാകുന്നു. ആശ്രിത അനുപാതം കുറയുന്നത് രാജ്യത്തെ സാമ്പത്തിക പുരോഗതിയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. അതായത് സജീവ പ്രായത്തിലുള്ളവരിൽ തൊഴിലെടുക്കുന്നവരുടെ എണ്ണം തൊഴിലെടുക്കാത്തവരുടെ എണ്ണത്തേക്കാൾ കൂടുതലായിരിക്കുന്നു. ഇതിനെ ജനസംഖ്യാ ലാഭ വിഹിതം അല്ലെങ്കിൽ ജനസംഖ്യാപരമായ നേട്ടം, ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറയുന്നു. ജോലിയെടുക്കുന്നവർ ക്രമേണ ജോലിയെടുക്കാൻ പ്രാപ്തിയല്ലാത്തവരായി മാറുന്നതിനാൽ ഇത് സ്ഥായിയായി നിലനിൽക്കുന്നു. അപ്പോൾ ആശ്രിത അനുപാതം ഉയരുമ്പോൾ വയോജനങ്ങളുടെ എണ്ണവും വർദ്ധിക്കുന്നത് രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിലൊന്നാണ്. തൊഴിലെടുക്കാൻ പ്രാപ്തിയുള്ള ജനത
തൊഴിലേർപ്പെടാൻ കഴിയാത്ത വലിയ വിഭാഗത്തെ ഏറ്റെടുക്കേണ്ട ബാധ്യതയാണ് ഉണ്ടാവുന്നത്. ആശ്രിതാനുപാതം കുറയുന്നത് രാജ്യത്തെ സാമ്പത്തിക പുരോഗതിക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. അതായത് സജീവ പ്രായമുള്ളവരിൽ തൊഴിലെടുക്കുന്നവരുടെ എണ്ണം തൊഴിലെടുക്കാത്തവരുടെ എണ്ണത്തേക്കാൾ കൂടുതലായിരിക്കുന്നു. ഇതിനെ ജനസംഖ്യാ ലാഭവിഹിതം അല്ലെങ്കിൽ ജനസംഖ്യ പരമായ നേട്ടം എന്ന് പറയുന്നു. ജനസംഖ്യാ ലാഭവിഹിതത്തിന്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക പുരോഗതി വർദ്ധിക്കുന്നു, രാജ്യത്തിന്റെ ഉൽപാദനക്ഷമത വർദ്ധിക്കുന്നു, രാജ്യത്തിന് ഉയർന്ന മനുഷ്യ വിഭവശേഷി ലഭിക്കുന്നു. ജനസംഖ്യാ ലാഭവിഹിതത്തിന്റെ മുഴുവൻ നേട്ടങ്ങളും ലഭിക്കുന്നതിനായി യുവജനങ്ങൾക്ക് മെച്ചപ്പെട്ട തൊഴിലവസരങ്ങൾ ആവശ്യമാണ്. ഇതിനായി ധാരാളം സംരംഭങ്ങൾ നിലവിലുണ്ട്. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നോക്കിക്കേ. കേരളത്തിലെ സംരംഭകത്വ വികസനത്തിനും പ്രവർത്തനങ്ങൾക്കുമുള്ള സർക്കാരിന്റെ നോഡൽ ഏജൻസിയാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. സാങ്കേതിക വിദ്യാധിഷ്ഠിത വാണിജ്യ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് 2006 തിരുവനന്തപുരം ആസ്ഥാനമാക്കി ഇത് പ്രവർത്തനം ആരംഭിച്ചത്. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ 2006 ആരംഭിച്ചത്. തിരുവനന്തപുരമാണ് കേന്ദ്രം, ആസ്ഥാനം. ഇന്ത്യയിലെ ജനസംഖ്യ യുവത്വമുള്ളതാണ്. അതായത് ഇവിടെ ഭൂരിപക്ഷവും യുവജനങ്ങളാണ്. രാജ്യത്തിന്റെ സുസ്ഥിര വികസനത്തിന് മനുഷ്യ വിഭവശേഷിയുടെ പങ്ക് നിർണായകമാണ്. ഈ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്തത് ജനസംഖ്യാ പ്രവണതകളായ ജനന മരണ നിരക്കുകൾ, കുടിയേറ്റം, പ്രായഘടന, സ്ത്രീ പുരുഷ അനുപാതം, ആശ്രിത അനുപാതം, ആയുർദൈർഘ്യം തുടങ്ങിയവയാണ്. ജനസംഖ്യാ ലാഭവിഹിതത്തിൽ യുവജനങ്ങളുടെ പ്രയോജനം ലഭ്യമാക്കുന്നതിനോടൊപ്പം ആശ്രിത വിഭാഗങ്ങളുടെ സംരക്ഷണവും പരിഗണിക്കേണ്ടതുണ്ട്. ദേശീയ ജനസംഖ്യാ നയം. സ്വാതന്ത്ര്യലബ്ധിക്കു മുമ്പ് തന്നെ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ നിയന്ത്രിക്കുന്നതിനുള്ള ആലോചനകൾ ദേശീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി ആരംഭിച്ചിരുന്നു. സ്വാതന്ത്ര്യത്തിനു ശേഷം സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബാസൂത്രണ പദ്ധതി മുന്നോട്ടുവച്ച ആദ്യ വികസ്വര രാജ്യമായി ഇന്ത്യ മാറുകയുണ്ടായി. 1976 ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയ ജനസംഖ്യാ നയം നിലവിൽ വന്നത്. 1976. അതിനുശേഷം ഡോക്ടർ MS സ്വാമിനാഥന്റെ നേതൃത്വത്തിൽ ദീർഘകാല നേട്ടങ്ങളെ ആസ്പദമാക്കി പുതിയ ദേശീയ ജനസംഖ്യാ നയത്തിന്റെ കരട് രൂപീകരിക്കപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ 2000 നിലവിലെ ദേശീയ ജനസംഖ്യാ നയം പ്രാബല്യത്തിൽ വന്നു. 2045 സുസ്ഥിര സാമ്പത്തിക വളർച്ച, സാമൂഹിക പുരോഗതി, പരിസ്ഥിതി സംരക്ഷണം എന്നിവയെ ബലപ്പെടുത്തുന്ന രീതിയിൽ ജനസംഖ്യ ക്രമീകരിക്കണം എന്നാണ് ദേശീയ ജനസംഖ്യാ നയം 2000 ദീർഘകാല ലക്ഷ്യം. ഓരോ വ്യക്തിയുടെയും പൂർണ്ണമായ അറിവുകളും കഴിവുകളും ഉപയോഗിച്ചുകൊണ്ട് വ്യക്തിപരവും സാമൂഹികവും സാമ്പത്തികവുമായ ക്ഷേമം കൈവരിക്കാൻ രാജ്യത്തിന്റെ മനുഷ്യ വിഭവശേഷിക്ക് സാധിക്കും. ഇന്ത്യയിലെ ജനസംഖ്യാ വളർച്ചയും ലഭ്യമായ വിഭവങ്ങളും പാരിസ്ഥിതിക ശേഷിയും ഇപ്പോഴത്തെ തലമുറയുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വരും തലമുറകൾക്ക് കൂടി ഉപയുക്തമാകുന്ന രീതിയിൽ കൈകാര്യം ചെയ്താൽ മാത്രമേ സുസ്ഥിര വികസനം കൈവരിക്കാൻ കഴിയുകയുള്ളൂ. ഇത്രയായിരുന്നു ചാപ്റ്റർ. പാടായിട്ടുള്ള ചാപ്റ്ററാണ്, എന്നാലും നോക്കണം. താങ്ക് യു.